ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹീബ്രു, ഗ്രീക്ക്, അരാമിക് ആൻഡ് ബിബ്ലിക്കൽ ലൈഫ് സ്റ്റൈൽ ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിനകത്ത് നാം ഒരു എബ്രായ പദം കാണുന്നു, ഏൻ ഹഖോരെ. ഏൻ ഹഖോരെ എന്ന വാക്ക് എത്രമാത്രം ആത്മീയ ആഴവും ആത്മീയ ആഴമുള്ളതും ബലപ്പെടുത്തുന്നതുമാണ് എന്നാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അതുകൊണ്ട് വീഡിയോസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഇത് മുഴുവനായി കാണുക. വളരെ ചെറിയ ഒരു വീഡിയോയാണ് ശക്തമായ ആത്മീയ സന്ദേശം നൽകുന്നത്. ഫെലിസ്ത്യരെ സംഹരിച്ച ശേഷം ഒരു കഴുതയുടെ താടിയെല്ലുകൊണ്ട്, പച്ച താടിയെല്ലുകൊണ്ട്, ഫ്രഷ് ആയിട്ടുള്ള ഒരു കഴുതയുടെ താടിയെല്ലുകൊണ്ട് 1000 പേര് കൊന്നൊന്ന്, കൊന്ന് 2 എന്ന് പറഞ്ഞ് അടിച്ചു കൊന്നതിന് ശേഷം ശിംശോൻ വളരെ ക്ഷീണിതനായി, ഒരു യുദ്ധത്തിന് ശേഷം വളരെ ക്ഷീണിതനായ ശിംശോൻ ദൈവത്തോട് നിലവിളിക്കുകയാണ്. ദൈവമേ, ഇത്ര വലിയൊരു മഹാജയം എനിക്ക് നൽകിയിട്ട് ഞാൻ ഈ ഫെലിസ്ത്യരുടെ കയ്യാൽ ഇവിടെ വീണ്ടും മരിച്ചു വീഴണമോ എന്ന് പറഞ്ഞ്, എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ വളരെ ശക്തിയോടെ നിലവിളിക്കുകയാണ്. ആ നിലവിളിക്ക് മുമ്പിൽ റമാത്ത് ലേഹിയിൽ ദൈവം ഒരു വലിയ നീരുറവ തുറന്നു എന്ന് എഴുതിയിരിക്കുന്നു. ഒരു ആത്മീയ ദൂത് പറയാം. ലേഹി എന്ന് പറഞ്ഞാൽ കഴുതയുടെ താടിയല്ല് എന്നാണ്. താടിയല്ല് എന്നാണ് അർത്ഥം, ഒരു കഴുതയുടെ താടിയല്ല്. അപ്പോൾ ഈ താടിയല്ല് ലേഹിയിൽ ദൈവം ഒരു കുഴി പിളരുമാറാക്കി. അവൻ ആ പച്ച താടിയല്ല് എറിഞ്ഞു കളഞ്ഞ സ്ഥലത്തിനാണ് റമാത്ത് ലേഹി എന്ന് പേരായത്. ആ സ്ഥലത്ത് ദൈവം ഒരു കുഴി പിളരുമാറാക്കി. ഇരിക്കുക, അങ്ങനൊരു കുഴി അവിടെ ഇല്ലായിരുന്നു. എന്നാൽ ദാഹം കൊണ്ട് മരിക്കത്തക്കവണ്ണം, അഥവാ മരിക്കത്തക്ക രീതിയിൽ ഒരു ദാഹമുണ്ടായപ്പോൾ അവൻ ശക്തമായി നിലവിളിക്കുകയാണ്. ആ നിലവിളിച്ചവന്റെ മുമ്പിലാണ് ഈ നീരുറവ തുറന്നു വന്നത്. ഇതിനകത്തൊരു ആത്മീയ ആഴം ഞാൻ നിങ്ങളോട് പറയാം. ഏൻ ഹഖോരെ എന്ന വാക്കിന്റെ അർത്ഥം നിലവിളിക്കുന്നവന്റെ നീരുറവ എന്നാണ്. നിലവിളിച്ചവന്റെ നീരുറവ എന്ന് പറഞ്ഞാൽ, ഏൻ എന്ന് പറഞ്ഞാൽ നീരുറവ, ഹഖോരെ എന്ന് പറഞ്ഞാൽ നിലവിളിക്കുന്നവൻ, പ്രാർത്ഥിക്കുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ ശക്തമായി ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നവർക്ക് അതുവരെ കാണാത്ത നീരുറവയുടെ ഒരു സ്രോതസ് ദൈവം തുറക്കും. നിലവിളിക്കുന്നവൻ ഒരിക്കലും തകർന്നു പോകില്ല, ക്ഷീണിച്ചു പോകില്ല, ശത്രുവിനാൽ കൊല്ലപ്പെടുകയില്ല. അതിശയകരമായി നിലവിളിക്കുന്നവന് വേണ്ടി ദൈവം അതിശക്തമായ ഒരു നീരുറവ, അവന്റെ ജീവനെ നിലനിർത്തുന്ന ഒരു നീരുറവ, അത് ദൈവം തുറക്കുക തന്നെ ചെയ്യും. അതിനെയാണ് ഏൻ ഹഖോരെ എന്ന വാക്ക് അർത്ഥമാക്കുന്നത്. ആകയാൽ ഞാൻ നിങ്ങളോട് ആത്മാവിൽ ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നു. ദൈവവേദലേ, നാം നിലവിളിക്കുന്നവരാണോ? നിലവിളിക്കുന്നവർ മരിച്ചു പോകും. എൻ്റെ ദൈവമേ, എനിക്കൊരു വിടുതൽ കണ്ടില്ല എങ്കിൽ, എൻ്റെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടില്ല എങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, ഞാൻ മരിച്ചു പോകും എന്നുള്ള നിലയിൽ ഒരു നിലവിളി നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്നുണ്ടോ? ആ നിങ്ങൾക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ് ഏൻ ഹഖോരെ. ശക്തനായ ശിംശോന് ശക്തി നൽകിയ ദൈവാത്മാവ് അവന്റെ നിലവിളിക്ക് മുമ്പിൽ അവന്റെ ജീവനെ നിലനിർത്തുന്ന ഒരു സ്രോതസ് തുറന്നു കൊടുത്തു. അതാണ് ഏൻ ഹഖോരെ. നിങ്ങൾ നിലവിളിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ സഭയിൽ, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ, നിങ്ങൾ എവിടെ പോയാലും നശിച്ചു പോകാതെ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു ഏൻ ഹഖോരെ തുറക്കും. നിലവിളിക്കുന്നവന് ഒരു നീരുറവ സ്വർഗത്തിലെ ദൈവം തുറക്കും. അതാണ് ഏൻ ഹഖോരെ.